സംസ്ഥാനത്തെ സർവീസ് പെൻഷൻകാരോട് സർക്കാർ നീതി കാണിക്കണമെന്ന് സർവീസ് പെൻഷനേഴ്സ് കൗൺസിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുകേശൻ ചൂലിക്കാട്. സ്റ്റേറ്റ് സർവീസ് പെൻഷൻ കൗൺസിൽ ഇടുക്കി ജില്ലാ സമ്മേളനം തൊടുപുഴ ജോയിന്റ് കൗൺസിൽ എംപ്ലോയീസ് ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ തന്നെ നമ്മുടെ രാജ്യത്തെ ഒരു കണക്കനുസരിച്ച് നോക്കുമ്പോൾ 12% ആളുകളാണ് വൃദ്ധന്മാരായി വരുന്നത്. മൊത്തം ജനസംഖ്യയുടെ 12%. അത് കേരളത്തിലും അത് അത്രയും ഉണ്ടാകും. കാരണം ഇപ്പോൾ യുവാക്കളെ സംബന്ധിച്ച് അവരെല്ലാം ജോലി തേടി വിദേശ രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ യുവാക്കളുടെ എണ്ണം ഇവിടെ കുറയുന്നു എന്നുള്ള രീതിയിൽ കണക്ക് വരുന്നുണ്ട്. പക്ഷേ യുവാക്കളുടെ എണ്ണം ഇവിടെ കുറയുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും വരുന്ന ആളുകളിൽ വൃദ്ധന്മാരെ സംബന്ധിച്ച്, പ്രായമായവരെ സംബന്ധിച്ച് വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ നേരിടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശക്തമായ സംഘടനാ സംവിധാനവും, നമുക്ക് അധികാരികളോട് പറയാനുള്ള മനോഭാവവും, നമുക്ക് അധികാരികളുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള കെൽപ്പുമുണ്ടെങ്കിൽ മാത്രമേ അത് കഴിയുള്ളൂ. അത് കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സംഘടനയ്ക്ക് ശക്തമായ വേരോട്ടം. ജില്ലാ സമ്മേളനത്തിന് അഭിവാദ്യം അർപ്പിച്ച് ജോയിന്റ് കൗൺസിൽ ഇടുക്കി ജില്ലാ സെക്രട്ടറി ആർ ബിജുമോൻ, നേതാക്കളായ VM ഷൗക്കത്ത് അലി, AK സുഭാഷ്, MK ശോഭ തുടങ്ങിയവർ പ്രസംഗിച്ചു. പുതിയ ഭാരവാഹികളായി അബ്ദുൽ കലാം ആരിഫ്, പ്രസിഡന്റ് റജി PJ, സെക്രട്ടറി ഡെയ്സി M തോമസ്, ട്രഷറർ എന്നിവർ അടങ്ങുന്ന 7-അംഗ കമ്മിറ്റിയെയും സമ്മേളനം തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പരിശുദ്ധ സ്വർണത്തിൽ കലയുടെ മഹിത സൗന്ദര്യം ഒത്തുചേരുന്ന അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 1 വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ. സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിണങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം. വരൂ, അത്യപൂർവമായ ഈ സ്വർണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ.